ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് PS പ്രശാന്തും ഭരണസമിതിയും പ്രതികൾ വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തും ദേവസ്വം ഭരണസമിതിയെയും തന്ത്രിയെയും പ്രതിയാക്കി SIT ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. 2019 സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക പാളികളിൽ അളവ് കുറച്ച് സ്വർണം പൂശിയ നടപടി മറച്ചുവെക്കാൻ പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നാണ് SIT കണ്ടെത്തൽ. ദേവസ്വം ചട്ടങ്ങൾ ലംഘിച്ച് ദ്വാരപാലക പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് സ്പോൺസറും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ വർഷങ്ങൾ നീണ്ട കൃത്യമായ പദ്ധതിയിലൂടെയെന്ന് SIT കണ്ടെത്തി. LDF സർക്കാരിൻ്റെ മറ്റൊരു ഭരണസമിതി കൂടി ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതികളാവുകയാണ്. ഭരണസമിതി അധ്യക്ഷൻ PS പ്രശാന്ത്, സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ബോർഡ് മുന്നംഗം അഡ്വക്കേറ്റ് A അജികുമാർ, തന്ത്രി കണ്ഠരര് രാജീവര് എന്നിവരടക്കമാണ് പ്രതികളാകുന്നത്. 1998 സ്വർണം കൊണ്ട് പൊതിഞ്ഞ ദ്വാരപാലക പാളികൾ അത് 2019 നിറം മങ്ങിയെന്ന കാരണം കണ്ടെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശുന്നു. സ്വർണം പൊതിഞ്ഞ ദ്വാരപാലകരെന്നത് ചെമ്പ് പ്ലേറ്റുകളെന്ന് രേഖപ്പെടുത്തി അനുമതി സംഘടിപ്പിച്ചത് ദേവസ്വം ഉദ്യോഗസ്ഥർ. സ്വർണ്ണപ്പാളി എന്നത് ഒഴിവാക്കി നേർത്ത പാളിയിൽ സ്വർണം പൂശി തിരികെ കൊണ്ടുവരുന്നു. ബാക്കി വന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ കവർന്നു. 40 വർഷത്തെ വാറണ്ടിയുണ്ടെന്ന സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കി. എന്നാൽ 2023 സ്വർണം നിറമങ്ങി, ചെമ്പ് പുറത്തു വന്നു. ഈ കൊള്ള മറച്ചുവെക്കാൻ 2023 മുതൽ ഭരണസമിതിയുടെ അറിവോടെ ഗൂഢാലോചന തുടങ്ങി. സ്വർണം അപഹരിച്ചതായി അറിഞ്ഞിട്ടും PS പ്രശാന്ത് അധ്യക്ഷനായ ഭരണസമിതി ഇത് മറച്ചുവെച്ചു. 2025 ദേവസ്വം മാനുവൽ ലംഘിച്ച് ഹൈക്കോടതിയുടെയോ സ്പെഷ്യൽ കമ്മീഷണറോ അറിയാതെ ശബരിമലയിൽ നിന്നും ചെന്നൈയിലേക്ക് ദ്വാരപാലക പാളികൾ കടത്തിക്കൊണ്ടുപോയി. സ്വർണം കവർന്നതുകൊണ്ടാണ് പാളികൾക്ക് മങ്ങലുണ്ടായത്. അത് ഒളിച്ചു വയ്ക്കാനായിരുന്നു വീണ്ടും സ്വർണം പൂശൽ. മുൻ കവർച്ച മറച്ചുവെക്കാനുള്ള ഈ ശ്രമത്തിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്നും SIT കണ്ടെത്തി. തുടർന്നാണ് LDF സർക്കാർ നിയമിച്ച PS പ്രശാന്ത് ഭരണസമിതിയും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടത്. ഇവരെ കൂടാതെ ദേവസ്വം ബോർഡ് മുന്നംഗം സുന്ദരേശൻ, ദേവസ്വം ബോർഡ് സെക്രട്ടറി ബിന്ദു, തന്ത്രി മഹേഷ് മോഹനര്, മുൻ തിരുവാഭരണം കമ്മീഷണർ സുനില, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർമാരായ OG ബിജു, VS രാജേന്ദ്ര പ്രസാദ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീനിവാസ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഹേമന്ത്, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരുടെ പങ്കും അന്വേഷണ പരിധിയിൽ ഉണ്ടെന്ന് കോടതിയിൽ SIT അറിയിച്ചു. ശാസ്ത്രീയ പരിശോധന ഫലങ്ങൾ കിട്ടാൻ ഇനിയും സമയമെടുക്കും എന്നതിനാൽ കുറ്റപത്രം നൽകാൻ കൂടുതൽ സമയം നൽകണമെന്നും SIT ആവശ്യപ്പെട്ടു. കേസ് വരുന്ന 20-ാം തീയതി വീണ്ടും പരിഗണിക്കും.